വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രീമെട്രിക് ഹോസ്റ്റലുകൾ. എന്നാൽ പുളിഞ്ചുവട്ടിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഈ ലക്ഷ്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ്. കുട്ടികൾക്കും സുരക്ഷയും കരുതലും ലഭിക്കേണ്ട സ്ഥാപനം ഇന്ന് ഭയത്തിന്റെയും കണ്ണീരിന്റെയും തടവറയായി മാറിയിരിക്കുന്നു. ഹോസ്റ്റലിന്റെ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഹോസ്റ്റൽ വാർഡനും റെസിഡന്റ് ട്യൂട്ടർക്കുമെതിരെയാണ് കുട്ടികളെ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഇത്തരം ക്രൂരമായ സമീപനം ഉണ്ടാകുമ്പോൾ നിസ്സഹായരായ കുട്ടികൾ എവിടേക്കാണ് നീതിക്കായി തിരിയേണ്ടതെന്ന ചോദ്യം സമൂഹം ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. പ്രീമെട്രിക് വിദ്യാർത്ഥിനികൾ, അതായത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ മാനസികമായും ശാരീരികമായും അതീവ ശ്രദ്ധയും വാത്സല്യവും ആവശ്യമുള്ള പ്രായത്തിൽ നിൽക്കുന്നവരാണ്. എന്നാൽ വാത്സല്യത്തിന് പകരം അവർക്ക് ലഭിച്ചത് കഠിനമായ ചൂരൽ പ്രയോഗമാണ്. നിസാര കാര്യങ്ങൾക്ക് പോലും വടികൊണ്ടുള്ള അടികൾ ഏൽക്കേണ്ടി വന്നതായി കുട്ടികൾ പറയുന്നു. ഇത് കേവലം ശിക്ഷ നൽകലല്ല, മറിച്ച് കുട്ടികളുടെ അവകാശങ്ങളെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന ക്രൂരമായ പീഡനമാണ്. ഹോസ്റ്റലിലെ അധികാരികൾ കുട്ടികളെ മനുഷ്യരല്ല, അടിമകളെ പോലെയാണ് കണ്ടിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.